അമ്മാളുവമ്മേ, മടിച്ചൊരു സല്യൂട്ട്. ഞാനും ഇപ്പൊ ഒരു അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ആകേണ്ടതാ. അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. ഉണ്ട് അമ്മാളുവമ്മേ, മെരിറ്റ് ആ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് വിളിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? എനിക്കൊരു ചാൻസ് തരണ്ടേ? നിങ്ങളെല്ലാം കോവളം കുട്ടപ്പന്റെ വേഷവും കെട്ടി നടന്ന് കേസ് തെളിയിച്ചാൽ ഞാൻ എവിടെ കൊണ്ടിട്ട് തെളിയിക്കാനാ? ഇനിയെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്ന് പഠിക്കാം അമ്മാളുവമ്മേ. ഇത്രയും വർഷത്തെ സർവീസ് ആയല്ലോ. ഈ CRP എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? അറിയാമോന്നോ? 2 തവണ എന്നെ കല്യാണം ആലോചിക്കാൻ വീട്ടിൽ കയറി വന്നു. 2 തവണയും ഞാൻ തിരിച്ചു വിട്ടു. ആരെ? CRPയെയോ? ഓ, നമ്മുടെ CR പരമോ, കോൺട്രാക്ടർ, പണക്കാരനാ, അബുകാരി. അമ്മാളുവമ്മേ, നിങ്ങക്ക് പ്രമോഷൻ അല്ല ആവശ്യം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എവിടെ ഡ്യൂട്ടി? വിമൻസ് കോളേജിൽ. അതിലാടി കടക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേറിക്കോളാം. മെയിൻ ഗേറ്റിലൂടെ അകത്ത് പോകാവൂ, എങ്കിലേ മുഴുവനോടെ കടക്കും. ഞാനും ഇത് നോട്ട് ചെയ്തു. എന്താ വേണം എത്ര ചിരിക്കാൻ? नमस्कार। नमस्कार। कौन है तुम? आप बॉम्बे वाला हैं उस्ताद जी? जी हाँ। आपका नाम चल्लप्पा जी है? हाँ बिल्कुल। अच्छा, മലയാളം മാലും ഹേ? बिल्कुल। ഈ നമ്മുടെ സണ്ണിയുടെ എഴുത്താണ്. तुमको नहीं उसको അവൻ കഴിഞ്ഞോണം എന്നെ പറ്റിച്ചതാ. അയ്യോ, അവനെ കുറ്റം പറയണ്ട. അവനെ പോലീസ് തപ്പി അകത്താ. तुमको नहीं उसको അവൻ 1000 രൂപ അഡ്വാൻസും പറ്റിയതാ. അണ്ണന്റെ ഒറിജിനൽ പേര് ചെല്ലപ്പൻ എന്നല്ലേ? പാമ്പി ചെന്നപ്പോ ചെല്ലപ്പാജി എന്നാക്കി. അത് ശരി. സ്വന്തം സ്ഥലം വാക്സിനേഷൻ. അണ്ണനെ പറ്റിയ സ്ഥലം. പിന്നെ ആ സണ്ണിയുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്. നല്ല സാധനങ്ങൾ വല്ലതും കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഈ ബിസിനസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. देखो, अच्छा है, बहुत अच्छा है, क्या सुंदर है, क्या सेक्सी है. 15,000 ഒരു ഒറ്റ പൈസ കുറയില്ല. അങ്ങനെ വേണമെങ്കിൽ കബൂലാക്കിക്കോ. ഇല്ലെങ്കിൽ ചലോ ബോംബെ. ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ ഉണ്ടാവാൻ പറ്റുമോ? ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ കൊണ്ടുപോകണം. പെണ്ണുമോഷണമാണ്, ടക്കം നടക്കണം. ബിൽക്കുൽ ഹേ. അന്തർ ഹേ. ഞാൻ വിളിക്കുന്നു. ഇത്ര ആവേശമുണ്ട് ചെല്ലപ്പെണ്ണ. അല്ല, കണ്ടിട്ട് പണം തരാൻ പറ്റൂ? മതി, കണ്ടാ മാത്രം മതി. ഞാൻ അഡ്വാൻസ് പോലും കൈപ്പറ്റിയിട്ടില്ല. അത് ഓർമ്മ വേണം. കള്ളാജി, ചെല്ലപ്പാജി, അകത്തേക്ക് ചെല്ലാജി. പിന്നെ देखने को बहुत अच्छा लगता है. मैं तुम्हें एक गाना सुनाऊंगी. हम तुम അകത്ത് ഗാനം വേണയോ? अच्छा लगता है ना? അമ്മാളുമ്മയുടെ മനസ്സ് മാറൂ. ബോംബെ വാല എടുത്ത് വാനി കൊണ്ടിട്. നമ്മുടെ വെടിവെച്ചാൻ കോവിലുകാരനാ ചെല്ലപ്പൻ. 5 രോഗിയാണേ, ഉറുമ്പരിക്കാതെ നോക്കണം. വെൽ ഡൺ അമ്മാളുമേ. വെൽഡിംഗ് ഒന്നും വേണ്ടി വന്നില്ല സാർ. നാഭി നോക്കി ഒറ്റ ചവിട്ട് താഴെ വീണു. ദൈവമേ, ഒന്ന് വേഗം വരുന്നേ. എത്ര മാസങ്ങളായി നമ്മൾ ഒരുമിച്ചിങ്ങനെ മുറിയിൽ കഴിഞ്ഞിട്ട്. അല്ല, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്നും ഇങ്ങനെ കാക്കിത്തൊപ്പിയും വെച്ച് നടന്നാ മതിയോ? ലത കോർത്തു തന്നതാണ്. നമ്മുടെ മുല്ല ഇത്തവണ നിറയെ പൂത്തു. നല്ല മണം.
ഹലോ, ഗീത ഹിയർ. കുറിപ്പെടുപ്പാ ജീപ്പ് ഇങ്ങോട്ട് അയച്ചേക്ക്. ഞാൻ റെഡി. സോറി വേണോട്ടാ. ഈ SI ഉദ്യോഗം പുരുഷന്മാർക്ക് മാത്രം മതിയായിരുന്നു. ആരാത്? പേരെന്താ? RK പ്രകാശ്. വൈഫിന്റെ പേര്? ഹേമലത. കൗണ്ടറിലെ രജിസ്റ്ററിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമേന്ദ്രൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ വിവാഹം എന്നാ നടന്നത്? മനസ്സുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സുകൊണ്ട് മതിയായിരുന്നല്ലോ. ഈ ഹോട്ടൽ മുറിയുടെ ആവശ്യം? നാളെ ഞങ്ങൾ വിവാഹിതരാകുകയാണ്. മിസ്റ്റർ പ്രകാശ്, ഈ കല്യാണത്തിന്റെ സാക്ഷികൾ ഞങ്ങളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി വെക്കരുത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയവനാണ് RK ദാസ്. ഞാൻ പറയുന്നത് നിർത്തണ. വെട്ടിൽ വീണതാണത്രേ. വെട്ടിൽ വീണാൽ രക്ഷപ്പെടാൻ പഠിക്കണം. ആ ചുറ്റുപാടിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. Stupid! മിനിസ്റ്ററുടെ മകളെയാണ് നിനക്ക് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്തത്. ഞാൻ അയാളോട് സമാധാനം പറയും. അവളെ ഉപേക്ഷിച്ചല്ലാതെ മേലിൽ ഇവിടെ വരരുത്. ഇതെല്ലാം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റേത് മാത്രം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ അതോ തെരുവിലിറങ്ങി തെണ്ടുന്നോ? ചേട്ടാ, ഒരു കാര്യം ചെയ്യൂ അമ്മാളോ. ഉറുപ്പിനോട് സിക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ. ഓക്കെ, ഇതെടുത്ത് കുടിക്ക്. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. പെട്ടെന്നുണ്ടായതാണ് ഈ കാര്യം. ദുബായില് അച്ഛന്റെ കൂടെയാണ് ജോലി. ഒരു മാസത്തെ ലീവിനാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. സാറിനെ പോലെ സ്വന്തക്കാരും പരാതിയിലാണ്. എനിക്ക് പരാതിയില്ല. നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് സാറിനെ വന്ന് കാണണമെന്ന്. അമ്മ ഇവിടെ പോയി? അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുക ഊട്ടിയില്. അപ്പൊ നിങ്ങളെന്താ പോവാതിരുന്നത്? അച്ഛന്റെ അമ്മയുടെയും കൂടെ നടന്ന് മധുവിധം ആവശ്യിക്കുന്നത് മര്യാദയാണ്. ഒന്നും മിണ്ടാതിരി. സുരേഷ് ആള് കൊള്ളാലോ. സാറിന്റെ മുമ്പിൽ സത്യം പറയാൻ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ശരിയാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. 1-2 വീടുകളിലൂടെ പോകാനുണ്ട്. അങ്ങനെ ആവട്ടെ. ഓക്കെ, വരട്ടെ. ഡ്രസ് മാറുന്നില്ലേ? ഒന്ന് പുറത്തു പോണം. എന്തിനാ? ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ആദായം. നാളെ വെളുപ്പിന് നമ്മൾ പോണ്ടതല്ലേ. ഇന്നേ വാങ്ങിച്ചു വെച്ചേക്കാം. ആ, മുല്ലപ്പൂ ഇട്ടാണ് വാങ്ങിച്ചോ? പൊട്ട് മതി കേട്ടോ. ഓക്കെ ഡാർലിംഗ്. ആ, വേഗം വരില്ലേ? ഉടനെ വരാം. എന്താ, ഒന്നും വാങ്ങിച്ചില്ലേ? അത് ഞാൻ പേഴ്സ് എടുക്കാൻ. വരട്ടെ.